നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനസ്സിലായില്ല? വല്ല ജോലി അന്വേഷിച്ച് വന്നാണെങ്കിൽ അതൊക്കെ അങ്ങ് ഓഫീസില്. ഇവിടെ ഇപ്പോ ഒരു പൂജ നടക്കാൻ പോവാ. വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രസാദം കഴിച്ചിട്ട് പോവാം, അല്ലേ ചേച്ചി? I have to ask the same. Who are you? ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോ അല്പം മാന്യതയൊക്കെ ആകാം മിസ്റ്റർ പ്രതാപൻ. Then none of you understood me, did you? ഒരു വീട്ടിലേക്ക് വന്നു കയറി വാചക കസർത്ത് നടത്താതെ ആരാ എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. ധാർഷ്ട്യം, കാർക്കശ്യം, ആജ്ഞ, അധികാരമോഹം ഇവ മാത്രം കൈമുതലായുള്ള ഗായത്രി വില്ലയിലെ ഗോപിനാഥിന്റെ രണ്ടാം ഭാര്യ ശ്രീമതി പ്രഭാവതി. Am I right? എപ്പോൾ വരണമെന്നും എപ്പോ പോകണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ ആരാണെന്ന്. എങ്കിൽ പറ, ഞാൻ ആരാ? ഞാൻ എവിടുന്ന് വരുന്നു? ഞാൻ നിന്നെ കണ്ടുപിടിക്കാതിരിക്കോ? 16 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ കണ്ടത് ദാ ഇപ്പോഴും കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഇതാരാണെന്ന് മനസ്സിലാവാതെ അന്തം വിട്ട് ആരും നിക്കണ്ട. ഇതാണ് കാനഡയിലുള്ള ലളിത ചേച്ചിയുടെ ഒരേ ഒരു മകൾ ശ്രീദേവി. എനിക്കെപ്പോഴും തോന്നി കേട്ടോ, എന്റെ മനസ്സിരുന്ന് മുത്തപ്പൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് പറയാതെ സസ്പെൻസ് ഇട്ടതാ. ഒരാൾക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ. താങ്ക് ഗോഡ്. അതെ, ഈ നിൽക്കുന്ന കുറച്ചുപേരെ മോൾക്കറിയാം. ബാക്കിയുള്ളവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ കാനഡയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിക്കുമ്പോ അമ്മ എന്നോട് ചിലരെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. ദാ ഇതാണ് ഇവിടുത്തെ ഒരേ ഒരു മുത്തശ്ശി. പേര് വിജയമ്മ. ഗോപിയേട്ടന്റെ അമ്മ, ഗായത്രി ചേച്ചിയുടെ അമ്മായിയമ്മ. പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാ ഞാൻ മോളെ കണ്ടത്. എന്റെ കുട്ടി ഒരുപാടങ്ങ് വളർന്നു, സുന്ദരിയായി. ലളിതയുടെ മുറിച്ച മുറി തന്നെ. അതെയോ? നീ വിദേശത്ത് പഠിച്ചു വളർന്നെങ്കിലും നമ്മുടെ സംസ്കാരത്തിന്റെ പൈതൃകം പഠിക്കാൻ നീ മനസ്സ് കാണിച്ചല്ലോ. നമ്മുടെ സംസ്കാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഫോറിൻ കൾച്ചറിന്റെ പിന്നാലെ പോകുന്നവര് ഇതൊക്കെ കണ്ടു പഠിക്കണം. പെട്ടെന്നൊരു പാരാലിസിസ് ആയതാ ശ്രീദേവി. പാരലൈസ്ഡ് ആയതോ അതോ ആ അവസ്ഥയിലാക്കിയതോ?
എന്റെ അമ്മയ്ക്ക് കാനഡയിൽ നിന്ന് പൂജയ്ക്ക് വരാൻ പറ്റാത്തോണ്ടാ എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ ഞാൻ ഇവിടെ വന്നത് പൂജ അറ്റൻഡ് ചെയ്യാൻ മാത്രമല്ല. എനിക്ക് മറ്റൊരു കടമ കൂടി നിറവേറ്റാനുണ്ട്. എന്തായിരിക്കും ആ കടമ? അതൊന്ന് അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത പദ്ധതി ആസൂത്രണം ചെയ്യാൻ. ഒന്ന് വേഗം പറയ് ശ്രീദേവി മോളെ. എന്റെ അമ്മയും ഗായത്രി ആന്റിയും മുത്തശ്ശിയുടെ കയ്യിൽ ഒരു ഫയൽ ഫോൾഡർ ഭദ്രമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചില്ലേ ഒരു 16 വർഷങ്ങൾക്ക് മുമ്പ്? ചേച്ചി, ആ കവറൊന്ന് എടുത്തോണ്ട് വരൂ മുത്തശ്ശി. കൊണ്ടുവരാം മോളെ. എന്ത് ഫയൽ ഫോൾഡർ ചേച്ചി? ആ കവറിനുള്ളില് എന്താവുന്ന വല്ല പിടിയുണ്ടോ? നമ്മുടെ ചീട്ട് കയറാനുള്ളത് വല്ലതായിരിക്കും ആ കവറിനുള്ളില്. എന്റെ കൈയും കാലും വരച്ചിട്ട് വയ്യ. നോക്കാം. എന്റെ അമ്മയും ഗായത്രി ആന്റിയും ചേർന്ന് തയ്യാറാക്കിയ ഡോക്യുമെന്റ്സ് ആണ് ആ ഫയലിലുള്ളത്. അത് പ്രഭാന്റിക്കറിയില്ലേ? അത് 16 വർഷമായിട്ട് ഈ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നോ? അയ്യോ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കള്ളക്കിളവി, ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ ഇത്രയും കാലമായിട്ടും. 16 വർഷം എന്ന് പറഞ്ഞാൽ ചില്ലറ വർഷമാണോ? പക്ഷെ എന്റെ പൊന്നു മുത്തപ്പ, എനിക്ക് കൺട്രോൾ തരണേ. ദാ മോളെ. താങ്ക് യു മുത്തശ്ശി. ഇത് ഇത്രയും കാലം നിധി പോലെ സൂക്ഷിച്ചതിന് താങ്ക് യു വെരി മച്ച്. ഇത് ഗായത്രി ആന്റിയുടെ ഇഷ്ടദാനമാണ്. ഇതിന്റെ വാല്യൂ എത്രയാണെന്നറിയോ? $500 കോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.